മെഷീന്റെ ചന്ത നോക്ക. ആ മോളെ, ഞാനേ മെഷീന് കുറച്ച് കൺവെൻഷൻ പൗഡർ ഇട്ട് കൊടുക്കാന്ന് കരുതി. അയ്യേ, ഇതൊരു തരം വളിഞ്ഞ തമാശ അല്ല. അല്ല, ഇപ്പൊ എന്താ പരിപാടി? ഒന്നുമില്ല മോളെ, ഞാൻ ഇതിനൊന്നേ വൃത്തിയാക്കാന്ന് കരുതി. കൊറേ ആയില്ല ഇപ്പൊ അടിക്കാതിരിക്കണ്. അപ്പോ ആരെങ്കിലും ഒക്കെ ഒന്ന് അടിക്കാൻ കൊടുത്താൽ അടിച്ചു കൊടുക്കാലോ നമുക്ക്. ഓ അങ്ങനെ. ജംഷി, അൻസി, ആ അമ്മ അതാ വരണോ. ഇത്ത വരി, ഉമ്മ വിളിക്കണ്. ആ അത് മോളെ എന്താ? അത് അയാള് വേറെ കല്യാണം കഴിച്ചില്ലേ. എത്ര പെട്ടെന്ന് അയാൾക്ക് എല്ലാം മറക്കാൻ കഴിഞ്ഞത്. എന്റെ പൊന്നുത്ത, ഇത്ത ഇതുവരെ അതൊന്നും വിട്ടിയില്ലേ? അതൊരടഞ്ഞ അധ്യായാണ്. അതൊന്നും ഇത്തഞ്ഞ ഓർക്കണ്ട. ഇതെത്താ ഉമ്മാക്ക് കൊടുത്ത വാക്ക് മറന്നോ? എന്റെ ഇത്താക്കും വരും നല്ല കാലം. ഇത്ത വരി. കുട്ടികള് രണ്ടിനും ഞാൻ കൊറേ നേരമായി വിളിക്കണം. ചെവി തീരെ കേൾക്കൂല. ഹലോ മേഡം. മേഡം വിളിച്ചിരുന്നോ? ഇതാ പെണ്ണെ, എനിക്ക് കളി കുറച്ച് കൂടുന്നുണ്ട്. ചട്ടുകം പോപ്പിച്ച് വെക്കും ഞാന്. എന്റെ പൊന്നു ഐഷുമ്മോ, ഇന്ന് ഫുള്ള് സങ്കടവും കലിപ്പൊക്കെ ആണല്ലോ. എന്ത് പറ്റി? ഒന്നുമില്ല. ഇത്ത അവിടെ? ഇത്ത നമ്മളെ പഴയ മെഷീനപ്പൂപ്പനെ നല്ല തുടച്ച് വൃത്തിയാക്കുന്നു. ഉമ്മ എന്താ വിളിച്ച്? അത് മോളെ, നമ്മളെ എളാപ്പ വിളിച്ചീന്ന്. എളാപ്പാന്റെ അറിവിൽ നല്ലൊരു ആലോചന ഉണ്ടാല. ഉമ്മ അവരോട് വരാൻ പറയട്ടെ. അതിനെന്തിനാ അമ്മ എന്നോട് ചോദിക്കണേ? ഇതേ അൻസിയോട് ചോദിക്ക്. അവൾക്ക് സമ്മതാണെങ്കിൽ നമുക്ക് നടത്താലാ. ഇതേ മോളെ, അൻസിക്കല്ല, പിന്നെ ഉമ്മാന്റെ കുട്ടിക്കാണ്. ഉമ്മ അവരോട് വരാൻ പറയട്ടെ. വേണ്ട ഉമ്മ, ഇനി ഒരു പരീക്ഷണത്തിന് നിൽക്കാൻ വയ്യ എനിക്ക്. മോളെ മടുത്തുമ്മ. പക്ഷെ ഈ കുട്ടി ഇങ്ങനെ ആയപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യാ? ഇനി വല്ല സിനിമയിലും പോലെ ഇത്താന്റെ മനസ്സ് മാറ്റാനേ ആരെങ്കിലും വരണം. അല്ലാതെ ഇപ്പൊ ഒരു മാർഗം ഇല്ല. ഓ, എന്റെ കുട്ടിക്കേ ശരീരം മാത്രം വളർന്നിട്ടുള്ളൂ, തലച്ചോറ് വളർന്നിട്ടില്ല. എണീറ്റ് പോടിന്റെ മുന്നിന്ന് കാര്യം പറയുമ്പോളാവോള്. ഓ, നമ്മളൊരു കാര്യം പറഞ്ഞപ്പോ ആർക്കും പറ്റില്ല. ഞാൻ പോവുക. ആ എന്താ പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കണേ? ഏയ് ഒന്നുമില്ല. ഞാൻ വെറുതെ പണിയൊക്കെ കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇരിക്കുക. ഞാൻ പണിയൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോ വെറുതെ ഒന്നും കണ്ട് ഇറങ്ങിയതാ. എല്ലാ എവിടെ ജംഷി അൻസി? അവരിത് അകത്തുണ്ട്. ആ ജംഷിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് മനസ്സിലൊരു വിങ്ങല്. ഇനിയിപ്പൊ ആ കുട്ടിക്ക് നല്ലൊരു ആലോചന കിട്ടുവോ? ഉമ്മാനോട് പല വർത്താനം പറഞ്ഞു. ഓ, ഇവരാണോ? കിട്ടുകയാണെങ്കിൽ തന്നെ രണ്ടാം ഘട്ടോ മൂന്നാം ഘട്ടോ അല്ലേ കിട്ടുള്ളൂ. അതും ചിലപ്പോ കിട്ടിയില്ലാന്ന് വരും. ഇനിയിപ്പൊ അൻസിക്ക് നല്ലൊരു കല്യാണാലോചന വരുവോ? ജംഷിന്റെ ജീവിതമോ തകർന്ന്. ഇപ്പൊ അൻസിന്റെ ജീവിതം കൂടി തകരൂലേ? ആ എന്താ ചെയ്യ, ഓരോരോ വിധി. ഇനിയിപ്പൊ ജംഷിന് ആരെങ്കിലും കെട്ടിയാ തന്നെ കുട്ടികളുണ്ടാവുന്ന എന്താ ഉറപ്പ്? അതെ ഇത്ത, നിങ്ങളെ ഞങ്ങളെ കാര്യം ആലോചിച്ചേ തല പുണ്ണാക്കണ്ട. അത് വിഷമിക്കും വേണ്ട. ഞങ്ങൾക്കില്ലാത്ത വിഷമം എന്തിനാ നിങ്ങൾക്ക്? ഞങ്ങൾക്കൊരു ജീവിതം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് ഞങ്ങൾ സഹിച്ച്. മോളെ അൻസി, ഇമ്മൊന്നും ഉണ്ടാതിരി. എന്റെ എത്താതെ കുട്ടികളുണ്ടാവില്ല എന്ന് പറയാൻ നിങ്ങളാരാ? നിങ്ങളാണോ പഠിച്ചോന്? ഇനി ഞങ്ങൾക്കൊരു ജീവിതം കിട്ടാതെ ഇവിടെ ഇരുന്നാൽ തന്നെ ഞങ്ങൾക്ക് ചെലവിന് കൊടുക്കുന്ന തന്നെ നിങ്ങളാരുമല്ലല്ലോ. നിങ്ങളെ വീട്ടിലെ കാര്യങ്ങളെ ആലോചിച്ച് വിഷമിച്ചാൽ മതി. ഈ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ച് ആരും വിഷമിക്കണ്ട. ഇനി ഇമ്മാതിരി സംസാരിച്ചിങ്ങാണ്ടേ എന്റെ ഉമ്മാന്റെ മനസ്സ് വിഷമിപ്പിക്കാനായിട്ട് എങ്ങോട്ട് ആരും വരരുത്. മോളെ, ഓ പെണ്ണിന് എന്തൊരു നാവാണ്. വെറുതെ അല്ല പെണ്ണിന്റെ ഇത്ത വീട്ടിൽ വന്നിരിക്കുന്നത്. എടി എന്തൊക്കെ
ഈ അവരോട് പറഞ്ഞത്? ഇനിയിപ്പൊ ഈ പറഞ്ഞത് ഈ നാട്ടിൽ മൊത്തം പാട്ടാക്കോ തള്ള. ആ പറഞ്ഞോട്ടെ, നാട്ടുകാരല്ലല്ലോ നമുക്ക് ഇവിടെ ചെലവിന് കൊടുന്നേരുന്നത്. ഈ പെണ്ണ്. ഉമ്മ അതൊക്കെ പോട്ടെ, നമ്മൾ അപ്പുറത്തെ വീട്ടിലെ പുതിയ താമസക്കാരെങ്കിലും വരുന്നുണ്ടോ? ആ മോളെ, അനക്കറിയില്ലേ നമ്മള് തെസ്നിത്ത, അവരിവിടെ തന്നെ ആയിരുന്നില്ലേ? നമ്മുടെ ജംഷിന്റെ കല്യാണം ആയപ്പോഴാണ് അവര് പെട്ടെന്ന് ഇവിടുന്ന് ആരോടും മുണ്ടാതെ പോയത്. എന്നിട്ട് ഇപ്പോഴാ 15 വർഷം കഴിഞ്ഞ് ഇപ്പോഴാ മോനും ഉമ്മയും വരുന്നത്. പിന്നെ അറിയോന്നോ, തെസ്നിത്താന്റെ മോനും അംജുക്കയും ജംഷിത്തി നല്ല കമ്പനി ആയിരുന്നില്ലേ? ഇത്രയും കൊല്ലായില്ലേ? അംജുക്കാന്റെ കല്യാണമൊക്കെ കഴിഞ്ഞിണ്ടാവൂലമ്മ? ആ അതൊക്കെ ഒരു കഥയാണ്. ആ കുട്ടിക്ക് ഇപ്പോഴും കല്യാണം വേണ്ടാന്നാ പറഞ്ഞത്. ഇപ്പോഴും കല്യാണമൊക്കെ ഒന്നും കഴിച്ചിട്ടില്ലത്രേ. ആഹാ, അങ്ങനെ ഉണ്ടാ? അല്ല, എന്റെ ഉമ്മാക്ക് അവിടുന്ന് ഈ ന്യൂസൊക്കെ കിട്ടണത്? ആ അതൊക്കെ കിട്ടി. ഇന്നാലും എന്റെ ഐഷുമ്മ. പെണ്ണെ, അന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിളിക്കരുത് എന്നുള്ളത്. ചട്ടകം പോപ്പിച്ച് വെക്കും ഞാന്. എവിടെയോ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എന്തൊക്കെയോ ചീഞ്ഞു മണക്കുന്നു. കണ്ടുപിടിക്കാം. ജംഷി, ഞാൻ പോവുക. നീയും ഞാനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെക്കാത്ത നല്ല സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ നിന്റെ കല്യാണം ശരിയായപ്പോ പറ്റുന്നില്ലടാ. മനസ്സിന് വല്ലാത്ത ഭാരം പോലെ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലും അപ്പുറം എൻ്റെ മനസ്സിൽ നിന്നോട് എന്തൊക്കെയോ ഉള്ള പോലെ. നിന്നെ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനും ഉമ്മയും ഇവിടെ നിന്ന് പോവുക. നിന്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ ധൈര്യമില്ല എനിക്ക്. അതുകൊണ്ടാ ഈ എഴുത്ത്. ഇത്താ, എന്താ ഞെട്ടിയത്? ഏയ് ഒന്നുമില്ല. ഇത്ത വരി, ഭക്ഷണം കഴിക്കാൻ. ആ ഞാൻ വരാം, ഈ പോയിക്കോ.